സാങ്കേതിക വിദ്യയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന കാലം വരെ എത്തി നിൽക്കുകയാണിപ്പോൾ. ഇങ്ങനെ കാലം മുന്നേറുന്ന സമയത്താണ് ഒരു വർഷം മുമ്പ് എക്സിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വീണ്ടും ചർച്ചയാകുന്നത്. വിരലടയാളം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബ്രായെക്കുറിച്ചുള്ളതായിരുന്നു ഈ വീഡിയോ. ജപ്പാനിലാണ് ഈ ബ്ര പുറത്തിറങ്ങിയതെന്നും ഇതിൽ പറഞ്ഞിരുന്നു. ഉടമസ്ഥന്റെ വിരലടയാളം കൊണ്ട് മാത്രമേ ഉൽപ്പന്നം തുറക്കാനാകൂ എന്നായിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ഉൽപ്പന്നം പുറത്തിറങ്ങിയതെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നു. പീഡനങ്ങളിൽ നിന്നും ഇത് വലിയൊരളവോളം സ്ത്രീകളെ രക്ഷിക്കുമെന്നും പലരും ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരം ബ്രാകൾ എപ്പോൾ വിപണിയിൽ എത്തുമെന്നോ അതിന് എത്ര രൂപയാകുമെന്നുമുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് കുറച്ചുപേർ അന്വേഷണം നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതോടെ ചർച്ചകൾ തൽക്കാലത്തേക്ക് അവസാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അടുത്തിടെ ഫിംഗർ പ്രിന്റ് ബ്ര വീണ്ടും ചർച്ചയായത്. ഇങ്ങനെയൊന്ന് വിപണിയിൽ ഇറങ്ങിയോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അതോടെ ഇത്തരമൊരു ഉൽപ്പന്നം ശരിക്കും ഉണ്ടോ എന്നറിയാനായി എല്ലാവരുടെയും ശ്രമം. അപ്പോഴാണ് ശരിക്കും കാര്യങ്ങൾ വ്യക്തമായത്. ഇത്തരമൊരു ബ്ര ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. അതായത് ഇതിപ്പോഴും നിർമ്മാതാവിൻ്റെ സ്വപ്നത്തിൽ മാത്രം ഇരിക്കുന്ന ഒരാശയമാണ്. ഉൽപ്പന്നം നിലവിൽ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിയോട് വിശ്വാസ്യത പുലർത്താനുള്ളൊരു ഉപകരണം എന്നാണ് ഫിംഗർ പ്രിന്റ് ബ്രായെ വീഡിയോ പോസ്റ്റ് ചെയ്ത എക്സ് ഉപഭോക്താവ് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ ചൊടിപ്പിച്ചത്. സ്ത്രീകളെ മൊത്തത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ ആശയമെന്നാണ് ഭൂരിപക്ഷവും പറയുന്നത്. ഇതിന്റെ സ്രഷ്ടാവിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വിരലടയാളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യം പതിപ്പിക്കുന്ന വിരലടയാളം തിരിച്ചറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഫോണും മറ്റും അത്തരത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ഫിംഗർ പ്രിന്റ് ബ്രായും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പണ്ട് നാട്ടിൽ നിലവിലിരുന്ന ചാരിത്രപ്പൂട്ടിന് സമാനമായിരിക്കും. ഇതും ഇതിനെ എതിർക്കുന്നവർ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെയോ കാമുകന്റെയോ വിരലടയാളമാണ് ആദ്യം പതിക്കുന്നതെങ്കിൽ അയാൾ അനുവദിച്ചാൽ മാത്രമല്ലേ വസ്ത്രം ഊരിമാറ്റാൻ കഴിയൂ എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നം ഒരിക്കലും വിപണിയിൽ എത്തിക്കാൻ അനുവദിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു.